ഖൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. രാത്രിയിൽ കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് മറിഞ്ഞ അവൻ്റെ കണ്ണുകളിൽ ടേബിളിലിരിക്കുന്ന പുസ്തകങ്ങൾ ഉടക്കി. അവനതെല്ലാം കയ്യിലെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി. എന്ത് കുന്താണാവോ അവൾക്ക് ഇതിലൊക്കെ ഉള്ളത്. തുറക്കുമ്പോൾ തന്നെ തുമ്മലും കോട്ടുവായമൊക്കെ ഒന്നിച്ചു വരുന്നു. ഇങ്ങനെയുണ്ടൊരു പുസ്തകപ്പുഴു. എല്ലാം പ്രണയ സാഹിത്യമാണല്ലോ. അതും പഴയ തർജ്ജമയായ അനശ്വര പ്രണയത്തിൻ്റെ കഥ പറയുന്ന നോവലുകൾ. തലകുത്തിയിരുന്ന് ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തടി നീ ഇങ്ങനൊരു മൂരാശയായി പോയി? എഴുത്തും വായന ഇഷ്ടപ്പെടുന്നവർക്കാ സാധാരണ ആളുകളെക്കാളും പ്രണയത്തിനെക്കുറിച്ച് കൂടുതൽ അറിവും അതിൻ്റെ ഭംഗിയും വിശുദ്ധിയും വികാരവും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതെന്ന് പണ്ടെങ്കിലും ഒരു മലയാളം ക്ലാസ്സിൽ കേട്ടത് ഓർമ്മയുണ്ട്. പക്ഷേ ഇവിടെ അതൊക്കെ നേരെ തിരിച്ചാ. ഫീലിങ്സ് പോയിട്ടൊരു മണ്ണാങ്കട്ട പോലില്ല അവൾക്ക് എന്നോട്. നിന്റെ ഒരു ബുക്ക് കൊണ്ടുപോയി കടിച്ചു കുറച്ച് തിന്നടി ജന്തു. അവൻ ആ പുസ്തകങ്ങളൊക്കെ ടേബിളിലേക്ക് തന്നെ വെച്ച്. ആദ്യം അവിടെ ആ ലൈബ്രറി പ്രദക്ഷിണം നിർത്തിക്കണം, എന്നാലേ അവളൊന്ന് നന്നാവൂ. അവൻ അവളെയും ഓർത്ത് ഓരോന്നും പ്രാഗിക്കൊണ്ട് തലയിണയും കെട്ടിപ്പിടിച്ച് കിടന്നു. എന്നാണ് അവർ അപ്പേ ഈ തലയിണക്ക് പകരം ആ മൂരാച്ചിയൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുമോ? ഉറക്കവും വരുന്നില്ലല്ലോ. അതെങ്ങനെയാ? ഉറക്കത്തിൽ പോലും വരുമല്ലേ ഉണ്ടക്കണ്ണ് മിഴിച്ച് രാക്ഷസി. ഐഡിയ. ഡാഡ്. അവൻ തലയിണെടുത്ത് എണീറ്റ് നേരെ ഉപ്പാൻ്റെ റൂമിലേക്ക് പോയി. കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയായിരുന്നു അവൾ. മുടി ചീകി ഒതുക്കി കണ്ണെഴുതിയതിനു ശേഷം അവൾ ഷോൾ എടുത്തിട്ടു. ബാഗ് എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയതും പെട്ടെന്ന് എന്ത് ഓർമ്മ വന്ന പോലെ അവൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് മൊത്തത്തിലൊന്ന് നോക്കി. അവൾക്ക് ഇന്നലെ വൈകുന്നേരം നടന്നൊക്കെ ഓർമ്മ വന്നു. അവൾ അവളുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും മാറി മാറി നോക്കി. റാസ്കൽ, എന്തായിരിക്കും നോക്കിയിട്ടുണ്ടാവുക? അതിന് മാത്രം നോക്കാൻ എന്താ ഉള്ളേ? നാറി, തെണ്ടി, പൊട്ടി. ഒന്ന് തരം കിട്ടി അപ്പം വേണ്ടാത്തടത്തേക്ക് ചെന്നോളും കണ്ണ്. എന്നാൽ അവൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഇങ്ങനെ നോക്കുക മാത്രമല്ലോ ചെയ്യേണ്ടത്. പബ്ലിക്കായിട്ട് എന്നെ പിടിച്ച് കിസ് ചെയ്യാൻ നോക്കിയവനാ. എന്നിട്ട് എന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ വലിയ ഡീസൻ്റ് അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഡീസൻ്റ് ആണല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഇനി നോക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അത് ചെയ്താൽ പോരെ ഞാൻ. അല്ലാതെ നാരിയുടെ ഡീസൻസിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എന്താ? അവൾ തലയിലെ ഷോൾ എടുത്ത് സൈഡിലേക്ക് പിൻ ചെയ്ത് വെച്ച് വേറൊരു ഷോൾ എടുത്ത് സ്കാർഫ് ചെയ്തു. ഇനി അവൻ്റെ ഒരു വരിയിൽ തലയിൽ നിന്ന് കഴുത്തിൽ നിന്ന് ഷോൾ ഉരിപ്പോയില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇങ്ങനെ മതി. ചന്ത നോക്കിന്ന് ഫാഷൻ പരേഡ് നടത്തി ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും ബസ് മിസ്സായിരുന്നു. അടുത്ത ബസ് വരാൻ ലേറ്റായത് കാരണം കോളേജ് സ്റ്റോപ്പിലേക്ക് എത്താനും ലേറ്റായി. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കണ്ടവനെ കോർക്കാനും കുറ്റപ്പറയാൻ നിന്നിട്ടല്ലേ? നിനക്ക് ഇത് തന്നെ വേണടി. അവൾ സ്വയം തലക്ക് കുട്ടിക്കൊണ്ട് ധൃതിയിൽ നടന്നു. കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി അവൾ അവിടെ ഇറങ്ങിയിരുന്ന കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. താജും മുന്നേയും പരസ്പരം കോളറിന് കുത്തിപ്പിടിക്കുന്നു. കയ്യാങ്കളിൽ ഏർപ്പെടുന്ന അവളൊരു ഞെട്ടിലോടെ കണ്ടു നിന്നു. അവർക്ക് പിന്നിലായി കാണികളായി ഒരാൾക്കൂട്ടം തന്നെയുണ്ട്. അവൾ വേഗം അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. നുസ്ര രണ്ടാളെയും തടയാൻ നോക്കുന്നുണ്ട്. പക്ഷേ രണ്ടും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്താ കാര്യം? അവൾ നുസ്രയെ പിടിച്ചു വലിച്ച് ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. എടി, എപ്പോൾ തുടങ്ങിയെന്നറിയോ? രണ്ടും തുടങ്ങിയത് ഫ്ലെക്സിൻ്റെ കാര്യം പറഞ്ഞാൽ. മുന്നേ നല്ല ഫസ്റ്റ് ടൈം കോവിനുള്ളിൽ ഫ്ലെക്സ് അടിച്ചിരുന്നു. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആരോട് ചോദിച്ചിട്ട് നീ അവിടെ ഫ്ലെക്സ് അടിച്ചെന്ന് പറഞ്ഞിട്ട് താജ് അത് കീറിക്കളഞ്ഞു. പിന്നെ വാക്കിറക്കം തുടങ്ങി. അതിലെപ്പോഴോ താജ് നിന്റെ പേരെടുത്തിട്ടു. മുന്നേ അറിയാലോ നിനക്ക്. നിന്നെ പറഞ്ഞ് ദഹിച്ചില്ല. താജിൻ്റെ ചെകിട് നോക്കിയാണ് പൊട്ടിച്ചു. താജാണോ വിട്ടുകൊടുക്കുക? അവനും കൊടുത്തു തിരിച്ച് അതേ സ്പോട്ടിൽ തന്നെ. നിസ്സാര കാര്യത്തിൽ തുടങ്ങിയതാ. ഇപ്പതേ കൈവിട്ട് കളിയിലേക്ക് എത്തി. ഒന്ന് പിടിച്ചു മാറ്റിടി. നീ ചെന്നാലേ രണ്ടും നടക്കത്തുള്ളൂ. പറഞ്ഞു തീരുമ്പോഴേക്കും നുസ്ര കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. രണ്ടും തുല്യ ശക്തികൾ. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അവൾക്ക് താജിനോടുള്ള ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു. മുന്ന വേണ്ട, വിട്. അവൾ രണ്ടുപേർക്കിടയിൽ കയറി മുന്നേ പിടിച്ചു മാറ്റി. ഇല്ല, നീ പൊക്കോ. നീ ഇതിലിടോടെ നിൽക്കണ്ട. ഇവനുള്ളത് കൊടുത്തിട്ട് ഞാൻ വരുന്നുള്ളൂ. മുന്നേ വീണ്ടും താജിനേർക്ക് പാഞ്ഞെടുക്കാൻ നോക്കി. എൻ്റെ കാര്യം പറഞ്ഞല്ലേ ഇപ്പോൾ ഈ അടിപിടി? അതിൽ ഞാനല്ല പിന്നെ ആരുടെ ഇടപെടേണ്ടത്? ഞാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റിയൊന്നും മതിയാക്കി പോര്. അല്ലെങ്കിൽ തല്ലിയ കൂലി എന്താ വെച്ചാൽ ആയിക്കോ നീ. പിന്നെ ലൈലാന്ന് വിളിച്ചോണ്ട് അടുത്തേക്ക് വന്നേക്കരുത് എന്നവൾ സഹികെട്ട് അലറിയത്. മുന്നേ നടങ്ങി. ഇവള് പറഞ്ഞോണ്ട് മാത്രം വെറുതെ വിടും നിന്നെ. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു എൻ്റെ കയ്യും കാലും ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നു അല്ലേ? പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. എൻ്റെ ഒരു രോമം പിഴുതുമാറ്റം പോലും നിനക്കാവില്ല. ഈ താജിൻ്റെ ദേഹത്തൊരു പോറലുണ്ടാക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല നീ. അതിനു മാത്രം പോകുന്ന ഒരുത്തനും ഈ കോളേജിലില്ല. പിന്നെ നിന്റെ ഈ ചോരത്തിളപ്പ് അത് എന്നോട് ഏറ്റുമുട്ടി അവിടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയാണെന്ന് എനിക്ക് മാത്രമല്ല ഇവിടെ കൂടി നിൽക്കുന്ന സകലർക്കും അറിയാം. ഇവിടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം ഒന്നുകൂടെ കൂടണം. അതിനു വേണ്ടിയല്ലേ നീ എന്നോട് മുട്ടാൻ നിൽക്കുന്നത്? ഇവള് പറഞ്ഞുകൊണ്ട് മാത്രം വെറുതെ വിടുന്നെന്ന്. അതിനവൾ നിന്റെ ആരടാ? ബോസോ അതോ ഇരട്ട പറ്റതോ? വെറുതെ നിന്ന് താടിയടക്കാൻ നോക്കാതെ മക്കളങ്ങോട്ട് ചെല്ല്.
മുന്നേ പറഞ്ഞു തരും മുന്നേ താജിന്റെ ഗാംഭീര്യ ശബ്ദം മുന്നേക്ക് അവൾക്ക് നേരെ ഉയർന്നു. പറഞ്ഞത് മുഴുവൻ മുന്നയോടാണെങ്കിലും അവന്റെ നോട്ടം മുഴുവൻ അവളിലായിരുന്നു. അത് കണ്ട് അവൾ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യം മാത്രം. അത് പഴയതിനേക്കാൾ കൂടുതലാണെന്ന് അവന് മനസ്സിലായി. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവന്റെ നേർക്ക് നിന്റെ ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അല്ല, നിന്റെ എതിർ സ്ഥാനാർത്ഥിയാണല്ലോ ഇവനിപ്പോ. അതും നിനക്കെതിരെയുള്ള ആദ്യത്തെ സ്ഥാനാർത്ഥി. അപ്പൊ ദേഷ്യം മാത്രമല്ല, കൊല്ലാനുള്ള പക നിനക്ക് ഇവനോട് ഉണ്ടാവും എനിക്കറിയാം. എന്നിട്ടും പ്രശ്നം ഗുരുതരാകുമ്പോൾ വലിച്ചിടാൻ എൻ്റെ പേരും. നീ ഒരു ബുദ്ധിരാക്ഷസൻ തന്നെ അവൻ. പക്ഷെ ചെറ്റത്തരത്തിൻ്റെ ആണെന്ന് മാത്രം. ഇവനോടൊക്കെ മുട്ടാനും തട്ടാനും നിൽക്കുന്ന എന്തിനാ മുന്ന? നിന്റെ വില കളയാണോ? അല്ലാതെ തന്നെ ഇവന് നിന്നോട് ദേഷ്യ. ഇതിപ്പോ ഇങ്ങനൊരു കാര്യം കൂടി. നീ ഒന്ന് വന്നേ. അവൾ മുന്നേ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. താജിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൾ പറഞ്ഞതിനേക്കാൾ അവനെ ദേഷ്യം പിടിപ്പിച്ചത് അവൾക്ക് മുന്നേയുള്ള സ്നേഹവും പെരുമാറ്റവുമാണ്. അവർ പോകുന്ന നോക്കി പല്ലിയരിച്ച് നിന്നു. അവൻ മാത്രമല്ല, അവൾക്ക് മുന്നേയുള്ള അടുപ്പവും പെരുമാറ്റവും കണ്ട് അവിടെ മറ്റൊരാളുടെ മുഖം കൂടി ദേഷ്യം കൊണ്ട് വിറക്കുകയും പല്ലുകൾ ഞെരിഞ്ഞ് അമരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കോളേജ് ഹീറോസ് രണ്ടാളും അവൾക്ക് വേണ്ടി തല്ലും കൊല്ലും. അപ്പം നമുക്കൊന്നും ഇനി ചാൻസ് ഇല്ല അല്ലേ? സൂപ്പർ ബോഡി ലാംഗ്വേജ് അല്ലേടാ? അതിൽ വീണു പോയിട്ടുണ്ടാവും രണ്ടാളും. അല്ലെങ്കിൽ അവൾ വശീകരിച്ചിട്ടുണ്ടാവും. എന്തായാലും അവിടേക്ക് ഒരു ഭാഗ്യം നോക്കണേ. പിന്നിൽ നിൽക്കുന്ന കാഴ്ചക്കാരിൽ നിന്ന് അടക്കി പിടിച്ച സംസാരം ഉയർന്നു. അത് കേട്ടതും താജ് ശരവേഗത്തിൽ തിരിഞ്ഞു നോക്കി. അവരെ ഭസ്മമാക്കാനുള്ള പാകത്തിനുള്ളതായിരുന്നു ആ നോട്ടം. അത് നേരിടാനാവാതെ അവർ പെട്ടെന്ന് പിന്നിലേക്ക് വലിഞ്ഞു. അവൻ്റെ കണ്ണിൽ കനലെരിയുന്ന കണ്ട എബി അവൻ്റെ കയ്യിലേക്ക് നോക്കി. മുഷ്ടി ചുരുണ്ടുകൂടി എല്ലുകൾ ഒടിയുന്നുണ്ടായിരുന്നു. എബി വേഗം വന്ന് അവനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. ഇല്ലെങ്കിൽ നേരത്തെ മുന്നയോട് നടത്തേണ്ട ബാക്കി ഇവരോടായിരിക്കും. ലൈലയെ പറയുന്നത് പോയിട്ടൊന്ന് നോക്കിയാൽ കൂടി അവൻ അടങ്ങിയിരിക്കില്ലെന്ന് എബിക്ക് അറിയാമായിരുന്നു. ഒരു യുദ്ധം കൂടി അരങ്ങേറേണ്ടെന്ന് കരുതിയാണ് അവൻ താജിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയത്. ലൈല മുന്നേയും കൂട്ടി നേരെ പോയത് റെസ്റ്റ് റൂമിലേക്കാണ്. അവൻ്റെ ചുണ്ട് പൊട്ടി ചെറുതായി ചോര വരുന്നുണ്ടായിരുന്നു. അവൾ അവനോട് കസേരയിൽ പിടിച്ചിരുത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വന്ന്. എത്ര വട്ടം പറഞ്ഞാൽ നിന്നോട് ഞാൻ അവനായിട്ട് കൊമ്പൂർക്കാൻ നിൽക്കരുതെന്ന്? മതിയല്ലോ ഇപ്പോൾ. ചോര വരുന്ന കണ്ടില്ല നീ? അവൾ അവൻ്റെ ചുണ്ടിലെ ചോര ഒപ്പിയെടുത്ത് മരുന്ന് വെച്ച് കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. താജ് എന്നല്ല, ഒരുത്തിനും മുന്നേ തൊടുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവൻ വേദനിക്കുന്നത് കാണാൻ അവൾക്കാവില്ല, പ്രത്യേകിച്ച് അവൾക്ക് വേണ്ടി. എന്തിടാ നിന്റെ നാവറക്കിപ്പോയോ? ഒരക്ഷരം മിണ്ടുന്നുണ്ടോ നോക്കിയേ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ ദേഷ്യം നടങ്ങട്ടേന്ന് കരുതി. ഞാൻ വല്ലതും പറയുമ്പോൾ വായിൽ കൊടുക്കൂട്ടി തിരികെ പോലെ ഇരിക്കുന്നതാണ് എനിക്ക് ദേഷ്യം. നിനക്ക് അറിഞ്ഞൂടെ? ലൈല, ഞാനല്ല, അവനാ തുടങ്ങി വെച്ച്. ഫ്ലക്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു, കീറിക്കളയും ചെയ്തു. എന്നിട്ടും ഞാനൊന്നും മിണ്ടാൻ പോയില്ല. എല്ലാം കേട്ടിക്കുമ്പോൾ അവൻ തലയിൽ കയറാൻ വന്നു. അവൻ നിന്നയിലേക്ക് വലിച്ചടിച്ചുണ്ട്. അത്രയും നേരം മിണ്ടാന്ന് എൻ്റെ കഴിവുകളുണ്ടായിരുന്നില്ല. നിന്നെ ഓർത്തിട്ടാ നിനക്കത് വാക്കിട്ടിക്കണമെന്ന് കരുതിയാ. പക്ഷെ നിന്നെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. പൊട്ടിച്ചൊരെണ്ണം. പൊട്ടിച്ചു, അത് മനസ്സിലായി. രണ്ടാളുടെ മുഖത്തും കാണാനുണ്ടല്ലോ അത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ താൻ കൂടി ചത്തേനെ രണ്ടും. വേണ്ടടാ, അവൻ എന്ത് വേണേലും പറഞ്ഞോട്ടെ, എന്താച്ചാ ചെയ്തോട്ടെ. എന്നെയല്ലേ പറയുന്നത്? ആദ്യമായിട്ടൊന്നല്ലല്ലോ, ഇതൊന്നും എനിക്ക് പുത്തിരിയല്ലല്ലോ. മുന്നേ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത് അന്നോട്ട് കാണാനും കേൾക്കാനും തുടങ്ങിയത് അവനെ ഞാൻ വിട്ടു. ഇപ്പം കാര്യക്കാറില്ല. അത് പേടിച്ചിട്ടൊന്നല്ല, താല്പര്യമില്ലായിട്ടാ. അതുകൊണ്ട് നീയും അങ്ങനെ തന്നെ മതി. അവനെ കണ്ടില്ലെന്ന് അടിച്ചാൽ മതി. എൻ്റെ പേടി മുഴുവൻ നിന്നെ ഓർത്തിട്ടാ മുന്നേ. എനിക്ക് തന്ന വാക്ക് പലപ്പോഴായി മറന്നു പോകുന്നു നീ. അതിലൂടെ ഞാൻ നൽകിയ വാക്കും കൂടെ തെറ്റിപ്പോവാ. നിന്റെ ഉമ്മാക്ക് ഞാനൊരു വാക്ക് നൽകിയിരുന്നു മുന്നേ. നീ കൂടി കേട്ടതാ അത്. നീ കാരണം അതെനിക്ക് തെറ്റിക്കേണ്ടി വരരുത്. എന്നെ നീ അനുസരിക്കണം. അനുസരിച്ചേ മതിയാവൂ. ഇല്ല, എന്തും ഞാൻ സഹായിക്കാം, ക്ഷമിക്കാം. പക്ഷെ നിന്റെ നേർക്കൊരു ശബ്ദം ഉയർന്നാൽ ഞാനത് സഹിക്കില്ല. അത് ഏത് കൊമ്പത്തവനായാലും ഞാൻ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. ചോദിച്ചിരിക്കും, കൊടുത്തിരിക്കും, ഇരട്ടിയായി തന്നെ. ഓ ആയിക്കോ, എന്നാൽ നീ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മ വേണം. നിന്നോർത്ത് വേവലാതിപ്പെട്ട് കഴിയുന്ന ഒരു ഉമ്മയുണ്ട് നിന്റെ വീട്ടിൽ. നിന്റെ പ്രവൃത്തി കാരണം സ്വപ്നം കണ്ട് നടന്ന ജീവിതം നഷ്ടമായ ഒരു പാവം പെണ്ണുണ്ട് നിന്റെ ഇതും കണ്ണീരില്ല. അറിഞ്ഞോ അറിയാതെയോ എല്ലാത്തിനും ഞാനാണ് കാരണക്കാരി. എനിക്ക് വേണ്ടിയാ അന്നും ഇന്നും നീ പ്രശ്നം തിരിച്ചെന്ന് ചാടുന്നു. മകൻ വെട്ടും കുത്തായിട്ട് നടക്കുന്ന ഏത് ഉമ്മയാണ് ഇഷ്ടപ്പെടുക? പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ മനസ്സിൽ ഒരിക്കലും എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവില്ലേ? ആരോരല്ലാത്ത എനിക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെന്ന് കണ്ടപ്പോൾ ഒരിക്കലും അറിയാതെങ്കിലും ആ മാതൃകത എന്നെ ശപിച്ച് പോയിട്ടുണ്ടാവില്ലേടാ? ഉണ്ടാവും. പെറ്റവയറിൻ്റെ വേദനയാണത്. അത് നീ മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കാൻ വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് കരിനിഴലായി വന്നവളാണ് ഞാനെന്ന്. ആഗ്രഹിച്ച ജീവിതം നഷ്ടപ്പെട്ടു പോയപ്പോൾ നിന്റെ കരുതി കാണും. അല്ലാത്തതിന് ഒരുപാടുണ്ടടാ അനുഭവിക്കാൻ. ഇനി ഈ ശാപം കൊണ്ട് തലയിലേറ്റാൻ വയ്യ. അതുകൊണ്ടാ പറയുന്നത്. ആരോടും ഒന്നിനും പോകണ്ട. ഇങ്ങോട്ട് വന്നാലും വിട്ടുകൊടുത്തേക്ക്. നീ തുടങ്ങി വെച്ച എനിക്ക് ഉറമിക്കാൻ വേണ്ടിയാ. ഇന്ന് ഇതൊന്നും കാണാൻ അവൻ അടുത്തില്ല. നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ. നീ കൂടി അകന്നു പോയാൽ പിന്നെ ഈ ലൈലുണ്ടാവില്ല. അവളുടെ സ്വരത്തിൽ ഒരേ സമയം വേദനയും ഭീഷണിയും നിറയുന്നു അവൻ അറിഞ്ഞു. ലൈല, അതെ ലൈല തന്നെയാ. ഇനി നീ ഒന്നിനും പോകില്ലെന്ന് എനിക്ക് സത്യം ചെയ്യുക. താജിനെ നേരിടാൻ ഞാൻ മതി, ഞാൻ മാത്രം. അതിനുവേണ്ടി നീ ഇനി കളിക്കളത്തിൽ ഇറങ്ങരുത്.
നിനക്ക് ഞാനൊരു ജോലി തന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നീ. അവനെതിരെയുള്ള സ്ഥാനാർത്ഥി. അന്തസ്സായി മത്സരിക്കുക. ജയവും തോൽവിയൊക്കെ സ്വാഭാവികം. കിട്ടുന്ന എന്തുതന്നെയായാലും ഏറ്റുവാങ്ങിക്കോളും. മാനിത് വിട്ട് കളിക്കണ്ട, അവൾ വീറോടെ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. അവൾ അനുസരിക്കേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അവൾ പറഞ്ഞ പോലെ ചെയ്താലോ എന്നുള്ള ഭയം അവനുണ്ടായിരുന്നു. ചെയ്താലോ എന്നല്ല, വാശിയുടെ കാര്യത്തിൽ അവളെ തോൽപ്പിക്കാൻ മറ്റാരുമില്ലെന്ന് അവൻ അറിയാം. മുന്ന, നീ ഇവിടെ ഇരിക്കുക, റെസ്റ്റ് എടുത്തോ, ഞാൻ ക്ലാസ്സിൽ പോവാം, കുറച്ച് നോട്ട്സ് എഴുതണം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. അവൾ ബാഗ് എടുത്ത് പോവാൻ നോക്കിയതും പെട്ടെന്ന് എന്തോ കണ്ണിലുടക്കിയതുപോലെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിർത്തിച്ചു. ഹാ, എന്താടാ, എൻ്റെ കൈ പൊടിഞ്ഞേനല്ലോ. അവൾ കൈ കുടഞ്ഞുകൊണ്ട് മുഖം ചുളിച്ചു. എന്താ നിന്റെ നെറ്റിയിൽ? അതൊന്ന് വീണതാടാ. അവൾ പെട്ടെന്ന് നെറ്റിയിൽ തൊട്ട് തപ്പിത്തടയാൻ തുടങ്ങി. എവിടെ? വീട്ടിൽ ടേബിളിൽ കാലിടഞ്ഞ് വീണതാ. വീണതോ അതോ വീഴ്ത്തിയതോ? എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയരുതെന്ന്. അതിന് നീ ആരും CBI അറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? നിനക്ക് ഇവിടുന്ന് മാറാൻ പാടില്ലല്ലോ. എൻ്റെ വീട്ടിലേക്ക് വരില്ലെന്ന് അറിയാം, അതിനും വാശിയാണല്ലോ. ഹോസ്റ്റലിലേക്കെങ്കിലും മാറിക്കൂടെ? ഈ കണക്കിന് പോയാൽ അവർ നിന്നെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? ഇല്ലടാ, അത് നീ പേടിക്കണ്ട. അങ്ങനെ എളുപ്പം അവരെന്നെ കൊന്നുകളയില്ല. സ്വത്ത് മാത്രമല്ലല്ലോ, ഈ ശരീരത്തിലും കൂടി അവർക്കൊരു കണ്ണുണ്ടല്ലോ. ഒരാൾക്ക് വേണ്ടി, ഒരേ ഒരാൾക്ക് വേണ്ടി ഒരു കറ പോലും ഏൽപ്പിക്കാതെ ഇന്ന് വരെ കൊണ്ടുനടന്ന ഈ ശരീരം മോഹിച്ച് നടക്കുന്ന ഒരുത്തരുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് അത്ര എളുപ്പം അവരെന്നെ കൊന്നു കളയില്ലടാ. മാറിൽക്കാനും പറ്റില്ല. സനു അവനോർത്തിട്ടാ എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഇന്ന് ഈ ഭൂമിയിൽ എനിക്ക് ആകെയുള്ളത് അവനാ. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട ആ സജ്ജാദ് സനുവിനെ വെച്ചായിരിക്കും എന്നോട് കളിക്കുക. സനു സ്വന്തം മകനാണെന്ന് പോലും നോക്കിയില്ല. പൊന്നും പണവും കൈക്കലാക്കാൻ ആ സ്ത്രീ സജ്ജാദിന് കൂട്ടുനിന്ന് വരും. സനുവിനെ കൊല്ലാനും മടിക്കില്ലടാ അവര്. അവളുടെ ശബ്ദം നിറി. കൺകോണിൽ എവിടെയോ നനവ് പടർന്നു. അവളുടെ ഉള്ളം കിടന്ന് പിടയുകയാണെന്ന് അവന് മനസ്സിലായി. അവനൊന്നും മിണ്ടിയില്ല. അവളെ പിടിച്ച് അടുത്തിരുത്തി. നീ മരുന്നൊന്നും വെച്ചില്ലേ? നല്ല പൊട്ടലുണ്ടല്ലോ, ചോര കാണുന്നില്ലെന്നേ ഉള്ളൂ, മുറിവ് ആഴത്തിലുണ്ട് എന്ന് പറഞ്ഞ് അവൾ തനിക്ക് മരുന്ന് വെച്ച് തന്ന പോലെ തന്നെ അവൻ അവൾക്കും മരുന്ന് വെച്ച് കൊടുക്കാൻ തുടങ്ങി. താജ്, ചോര. എബി അവൻ്റെ ചുണ്ടിൻ്റെ അടുത്തേക്ക് കൈ കൊണ്ടുപോകാൻ നോക്കിയത് അവൻ എബിയെ തറപ്പിച്ച് നോക്കി. അത് കണ്ട എബിയുടെ കൈ അതുപോലെ തന്നെ പിന്നിലേക്ക് വന്നു. ഹാ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നോ? വെറുതെ അല്ലടാ അവൾ നിന്നോട് ഇങ്ങനെ. നിന്റെ ഈ കാണ്ടാമൃത്തിൻ്റെ സ്വഭാവം കൊണ്ടാ. എബി നഖവും കടിച്ചുകൊണ്ട് അവനെ നോക്കി പെരുവിരുത്ത്. എന്താ? എബിയുടെ നോട്ടവും ചുണ്ടാനക്കവും കൊണ്ട് അവൻ കനത്തിൽ ചോദിച്ചു. അതല്ലേ പറഞ്ഞേ, ചോര എന്ന് പറഞ്ഞ് എബി വീണ്ടും അവൻ്റെ ചുണ്ടിൽ നേരെ കൈ കൊണ്ടുപോയി. ആ, വന്നോട്ടെ, എൻ്റെ ചോര എൻ്റെ ചുണ്ട്, നിനക്കെന്താ? അവൻ അപ്പത്തിന് എബിയുടെ കൈ തട്ടി മാറ്റി. അയ്യേ, നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ലായിരുന്നു. എങ്ങനെയൊന്നും? അവൻ എബിയെ നോക്കി പുരികം പൊക്കി. അല്ല, ആരുടെയും ഒന്ന് രണ്ട് പറഞ്ഞ് തെറ്റിയ ബാക്കിയുള്ളവരുടെ കൂടി മുഖം വീർപ്പിച്ച് വെക്കുന്നതേ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. നിനക്ക് പെണ്ണുങ്ങളുടെ സ്വഭാവം ഞാൻ വിചാരിച്ചില്ലെന്നാ പറഞ്ഞ്. എബി പറഞ്ഞിരുന്നില്ല. അതിനുമുമ്പേ അവൻ്റെ കൈ എബിയുടെ തലക്കിട്ട് കൊട്ടി. ഞാൻ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് എന്നോടാരും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് നിനക്ക് അറിയില്ലേ? അതാ എനിക്ക് കൂടുതൽ ദേഷ്യം എന്ന് അറിയില്ല നിനക്ക്? ഉവ്, അറിയാം. എബി എണീറ്റുവാൻ നോക്കി. എവിടെ പോവാ? നീയല്ലേ പറഞ്ഞ പോവാൻ? തിണ്ടി, ഞാൻ നിന്നോട് എപ്പോഴാ പോവാൻ പറഞ്ഞേ? നിന്റെ 10 പൈസക്ക് വകയില്ലാത്ത വായെന്ന് അടച്ചു വെച്ചാൽ മതി കുറച്ചു നേരത്തേക്ക്. യെസ് യുവർ ഓണർ. എബിയുടെ മുഖത്ത് ചിരി. എന്തിനാ ചിരിക്കുന്നേ? അവൻ കണ്ണുരുട്ടി ചോദിച്ചു. എബി ഒന്നും മിണ്ടിയില്ല, പകരം ചിരി കൂട്ടി. എടാ, ഞാനെന്താ ഇവിടെ അണ്ടർവെയർ മാത്രം ഇട്ടും കാണോ ഇങ്ങനെ കിണിക്കാൻ? പാട്ടി, വായ തുറന്ന് പറയേണ്ട പോലെ. അവൻ എബിയുടെ കവിളിന് കുത്തിപ്പിടിച്ചു. അപ്പൊ നീ എന്നെ പറഞ്ഞ വായ അടച്ചു വെക്കാൻ? എബി അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഇപ്രാവശ്യം അവനൊന്നും മിണ്ടിയില്ല. എടാ നഗരപിതാവിൻ്റെ പുത്ര, നിനക്ക് ഇത്രേ ബുദ്ധിയുള്ളോടാ. ഞാൻ വിചാരിച്ചു നിന്റെ ഡാഡിൻ്റെ എല്ലാ ഗുരുട്ടൂതിയും നിനക്ക് കിട്ടിയിട്ടുണ്ടാവുന്നു. എവിടുന്ന്? നീ അസലും മരമണ്ടം പത്രോസ് തന്നെ. അവളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ നോക്കുന്ന നീ തന്നെ മുന്നേടെ മെക്കിട്ട് കയറണം. ഇതിപ്പോൾ അവൾക്ക് നിന്നോട് ദേഷ്യം ഇരട്ടിയായിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം പറഞ്ഞാൽ നിന്നോട് ആരോട് ഉടക്കി നിന്നാലും മുന്നോട് ഉടക്കാൻ ചെല്ലരുതെന്ന്. അവളോട് വരെ നീ എന്ത് വേണേലും അയക്കും, അത് അവൾ സഹിക്കും മറക്കും. പക്ഷേ മുന്നേ തൊട്ട് അതെന്നും അവളുടെ മനസ്സിൽ നിന്നുള്ള വെറുപ്പായിട്ട് അവശേഷിക്കൂടാ. ഈ ജീവിതത്തിൽ അത് തീർന്നിട്ടില്ല. അത്രക്കുണ്ട് അവളും മുന്നേയും തമ്മിലുള്ള ബോണ്ട്. കണ്ടിട്ട് വെറും ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നില്ല. അതിനേക്കാൾ ഏറെ നമ്മൾ ആരും അറിയാത്ത എന്തോന്ന് അവർക്കിടയിലുണ്ട്, അതുറപ്പാ. തരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആ നുസ്രയെ ചാക്കിട്ട് നോക്കുന്നുണ്ട്. നമുക്കറിയുന്നത്ര പോലും അവൾക്ക് ലൈലയെക്കുറിച്ച് അറിയില്ല. ഏത് അടുപ്പിൻ്റെ പോലെ ഫ്രണ്ടാണാവോ അവളൊക്കെ. നീ നുസ്രയെ പറയണ്ട. എങ്ങനെയാ നുസ്രക്ക് അവളെ കുറിച്ച് അറിയാം? അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? പറയില്ല. ആ മൂരാശിയെ കൊന്നാൽ അവളുടെ വായിന്ന് അവളെക്കുറിച്ച് ഒരു അക്ഷരം വീഴില്ല. മേയറുടെ പുത്രനായ എനിക്കില്ലാത്ത ഗർവ അവൾക്ക്. അതിനു മാത്രം ആരവള്? ജാട തെണ്ടി. പിന്നെ അവൾ എനിക്ക് ഇഷ്ടമാണെന്ന് കരുതി എനിക്കെന്നെ മാറ്റാനാവില്ല. ഞാനല്ലാതെ അവൻ എനിക്ക് കഴിയില്ല. എനിക്ക് വഴക്കുണ്ടാക്കാൻ തോന്നിയ വഴക്കുണ്ടാക്കും, തല്ലാൻ തോന്നിയ തല്ലും, കൊല്ലാൻ തോന്നിയ അതും ചെയ്യും. ആർക്കു വേണ്ടിയും മാറാൻ എന്നെ കിട്ടില്ല. നീയാണടാ യഥാർത്ഥ കാമുകൻ.
നിന്നെപ്പോലൊരു കാമുകൻ സ്വപ്നങ്ങളിൽ മാത്രം. അടിച്ച് നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറി വായടക്കി വെച്ചിരുന്നോ? ഇതെന്തൊരു കഷ്ട. ഞാൻ വായ തുറന്ന് അപ്പം അടക്കാൻ പറയും, അടച്ചാലോ അപ്പം ഞെക്കി പിടിച്ച് തുറപ്പിക്കുകയും ചെയ്യും. എടാ താജുമോനെ, നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, പറയട്ടെ? ഉപകാരപ്പെടുന്നതാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ പറയണ്ട. നിനക്ക് ഉപകാരപ്പെടും, നിനക്കേ ഉപകാരപ്പെടും. ലൈലയുടെ വീട്ട് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടടാ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.